ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മുരിങ്ങക്കായും ഉരുളക്കിഴങ്ങും വെച്ച് ഒരു മസാലക്കറിയാണ്. സൂപ്പർ രുചിയുള്ള ഈ മസാലക്കറി ചോറിൻ്റെ കൂടെ ഒഴിച്ചുകറിയായി കൂട്ടാൻ പറ്റിയ ഒരു കിടിലൻ ചാറാണ്. വളരെ സിമ്പിളായി കുറഞ്ഞ ചേരുവകൾ ചേർത്ത ഈ കറി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. എന്നാൽ വേഗം തന്നെ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പച്ചമല്ലി കുറച്ചിട്ട് വറുത്തെടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 4-5 വറ്റൽ മുളകും കുറച്ച് കുരുമുളകും കുറച്ച് ഉലുവയും ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. നല്ല രീതിയിൽ തന്നെ നമ്മളിത് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മിക്സി ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. നല്ല സ്മൂത്തായി തന്നെ നമ്മളിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ അരിഞ്ഞെടുക്കാം. 2 മുരിങ്ങക്കായും 2 ഉരുളക്കിഴങ്ങും ഒരു തക്കാളി മാത്രമാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. പച്ചമുളകിന് പകരം നമ്മൾ കുരുമുളക് വറുക്കുന്നതിൽ ചേർത്തിട്ടുണ്ട്. പച്ചമുളകൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. നമുക്ക് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ നല്ല രീതിയിൽ അരിഞ്ഞെടുക്കാം. വീഡിയോക്ക് ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അരിഞ്ഞെടുത്ത പച്ചക്കറികളൊക്കെ നമ്മൾ മൺചട്ടിയിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് 10-15 ചെറിയ ഉള്ളി ഇങ്ങനെ അരിഞ്ഞെടുക്കാം. അതും കൂടി നമുക്ക് ആ ചട്ടിയിലേക്ക് ഇടാം. ചെറിയ ഉള്ളിക്ക് പകരം വലിയ ഉള്ളി ചേർത്താലും മതിയാകും, ഒരു ഉള്ളി ചേർത്താൽ മതിയാകും. അങ്ങനെ ആകുമ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് അടുപ്പത്ത് വെക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ചാറ് നല്ല രീതിയിൽ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ പൊടിച്ച് വെച്ച ആ മസാലക്കൂട്ടില്ലേ, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കലക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കാം. ഇതൊഴിച്ചതിന് ശേഷം നമ്മുടെ കറി മഞ്ഞ കളർ മാറി വേറൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. തേങ്ങ അരക്കാതെയാണ് ഞാനിവിടെ ഇന്ന് ഈ കറി വെക്കുന്നത്. നാടൻ രുചിയുള്ള ഈ സൂപ്പർ കറി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇതിലേക്ക് ഞാൻ കുറച്ച് പുളിവെള്ളം ചേർക്കുന്നുണ്ട്. കറി കുറച്ചുകൂടി വെള്ളം വറ്റിക്കേണ്ടതുണ്ട്. നമുക്കിത് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി കറി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്കൊരു താളിപ്പ് ചേർക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ കടുക് ചേർത്തു. കുറച്ച് ചെറിയ ഉള്ളി അതിലേക്കിടാം. ഉള്ളി ഒന്ന് നല്ല മൊരിഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് വറ്റൽ മുളക് ചെറുതാക്കി അതിലേക്ക് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും നമുക്കിതിലേക്ക് ചേർക്കാം. ഇപ്പോൾ അടിപൊളിയായി നമ്മളൊരു താളിപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഉള്ളി വാടിയതിന് ശേഷം ഈ മസാലക്കൂട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. താളിച്ചത് ചേർക്കുമ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. നമുക്കിതെല്ലാം ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇടാം. പച്ചക്കറിയുടെ കറി ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. നമുക്കിനി പാത്രത്തിലേക്ക് ഒഴിച്ച് സെർവ് ചെയ്യാം. ചോറിൻ്റെ കൂടെ ഇത് ബെസ്റ്റ് കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.